നീയോ? എന്താ ഇത്? 16-ാമത്തെ വയസ്സിൽ 60-കാരന്റെ ഭാര്യയായുള്ള ഞാൻ ഒരു പുരുഷന്റെ സ്പർശം ഞാൻ ഏറ്റിട്ടില്ല. നിങ്ങളെ കണ്ടതുവരെ വേണ്ടെന്ന് പറയല്ലേ. നോക്കു മോഹിനി, അവിഹിതമായ ബന്ധങ്ങൾ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും തെറ്റാ. ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. അങ്ങനെ ഇവിടുന്ന് പോ. എവിടെ ഉണ്ടോ? നോക്ക് നോക്ക്, നന്നായിട്ട് നോക്ക്. മൂക്കുത്ത് കുത്ത മൂക്കുണ്ടാവില്ല, കമ്മലിടാൻ കാതുണ്ടാവില്ല, കൊലിസണി ഞാൻ കാലുണ്ടാവില്ല. എന്തൊരവസാനം കണ്ണാടി നോക്കാം. കണ്ണ് കാര്യം പറയടാ. ലണ്ടനിൽ നിന്ന് ജമീന്ദാർ ചേച്ചി 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 ഇനിയിപ്പോ എന്ത് ചെയ്യടാ? തലയിലെഴുത്ത് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയായി. അമ്പലം നടന്ന് ചെണ്ടിയാണേലും ചേച്ചിയുടെ കാര്യം നടക്കും. അതാണ് എന്റെ സ്ഥിതി. ഞാനിവിടെ നിൽക്കൂല, ഞാൻ മുങ്ങും. ജമീന്ദാർ പറഞ്ഞയച്ചതാ. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം. ഓ, ഞങ്ങൾ രണ്ടുപേരും പൊക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടാ. നോക്കിയിട്ട് കാര്യമല്ല, ചെല്ലേ. ഹലോ, തങ്കപ്പനാണ് സംസാരിക്കുന്നത്. ആരാതെ? ജമീന്ദാരെ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒച്ചത്തിൽ സംസാരിക്കാതെ ഇതുപോലെ പതുക്കെ പറ. എന്ത് ചെയ്യുന്നോ? ആ ജമീന്ദാരെ വായിച്ചോണ്ടിരിക്കുക. ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പൗർണമി 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 ഞങ്ങളുടെ ഇന്ന് കൈവിട്ടു പോയി. അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ദൈവം. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ കല്ലിനു മുന്നിൽ നൃത്തം ചെയ്യേണ്ട പെണ്ണ് അതിനു മുൻപ് എന്റെ മുന്നിൽ വന്ന് നൃത്തം ചെയ്ത് 3 രാത്രികൾ എന്നോടൊപ്പം കഴിയാൻ ഞാൻ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഞാൻ ദൂതയച്ചു. കപ്പലിൽ കയറും മുമ്പ് പൗർണമി എനിക്ക് സ്വന്തമെന്ന് പറഞ്ഞ് 7 തോല സ്വർണവും നിങ്ങൾ സ്വന്തമാക്കി. എന്നിട്ട് കപ്പൽ ഇറങ്ങിയപ്പോ അവൾ ഓടിപ്പോയെന്നോ? പൗർണമി കൈവിട്ടു പോയിട്ടില്ല. നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇപ്പോ ഞാനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ചേച്ചി, കഴുത്തി കിടക്കുന്ന പണ്ടങ്ങളെല്ലാം കൊലക്കയറായിരുന്നു. പൗർണമിക്ക് വില പറഞ്ഞ് നിങ്ങൾ എനിക്ക് തന്ന ആഭരണങ്ങളാണിത്. സമ്മതിച്ച പ്രകാരം പൗർണമിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്
ഇത് മുഴുവൻ ഞാനിതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഇത്ര നാളായിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. ഇപ്പൊ ഇതേ ആഭരണങ്ങൾ വിറ്റിട്ട് എത്ര പേരെ ഏർപ്പെടുത്തിയാലും ശരി, നാട് മുഴുവൻ അരിച്ചു പെറുക്കി പൗർണമിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽച്ചുവട്ടിലിടും. എന്നാ ഞങ്ങൾ വരട്ടെ. സബാഷ്, നിന്റെ സമയോചിത ബുദ്ധിയെ മാനിച്ച് നിന്നെ ഞാനിപ്പോൾ വിട്ടയക്കുന്നു. ഈ ബുദ്ധി പൗർണമിയെ കണ്ടുപിടിക്കുന്നതിൽ നീ കാണിക്കണം. അതുവരെ നിനക്ക് ആയുസുണ്ട്. ആഹാ, ജമീന്ദാരുടെ ഹൃദയം പാൽക്കടൽ പോലെ വിശാലമായതുകൊണ്ട് അവരെ ക്ഷമിച്ച് പറഞ്ഞു വിട്ടത്. ഇത് മുഖസ്തുതിയല്ല, പച്ച പരമാർത്ഥം. എന്നാൽ നീ മുഖസ്തുതി കേൾക്കട്ടെ. അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ? പാൽക്കടലിന് നടുവിൽ അനന്തന്റെ മേൽ ശയിക്കുന്ന അങ്ങേക്ക് കാല് തിരുമാൻ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ എന്താ? ഞാനില്ലേ? ധന്യനാണ് ഞാൻ. അയ്യോ, ധന്യനല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്ക്. അണ്ണാ, അത് കണ്ടോ? അയ്യോ മാഡം, നടന്നതൊക്കെ ഞാൻ എന്നെ മറന്നു. ക്ഷമിച്ചു, എന്നെ വിട്ടേക്ക്. ഏയ്, എന്റെ കൂടെ വന്ന് അല്പം കരിമ്പിച്ചാറ് കുടിക്ക്. എന്നാ ക്ഷമിച്ചോ, ഞാൻ കരുതിക്കോളാം. ശരി. കുടിച്ചോളൂ. ശല്യം. എവിടെ കളി ഓടുന്നത്? അയ്യോ, അവരെ എന്തിനാ നോക്കുന്നേ? അത് കുടിച്ചോളൂ. ഏയ്, കുടിക്ക്. കുടിക്ക്. ഇത് പിടിച്ചേ. നീ ഇങ്ങനെ നോക്കിയാലൊന്നും ഞാൻ വരളത്തില്ല മോനെ. കാരണം എനിക്ക് നിന്നെ പേടിയില്ല. പേടിച്ചു പോയോണ്ട? അതെ, അവൻ പോക്കറ്റ് കൈയിട്ടില്ലേ, അതുകൊണ്ടാടാ. എന്തോ സംഭവിച്ചല്ലോ. എന്നെ അടിച്ചു. അതെ, ഇവൻ അണ്ണനെ അടിച്ചു. എടാ, വഴക്ക് കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇത് കുടിക്ക്. ഗ്ലാസ് ഉണ്ട്. ജ്യൂസ് എവിടെ? ഞാൻ കുടിച്ചു. ചന്ദ്രകല, എഴുന്നേൽക്ക്.